ഹായ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്താണെന്ന് അറിയാം? ചെറിയൊരു വീഡിയോ ആണ്. ഏറ്റവും അടിപൊളിയായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഇന്ന ടൈമിൽ നമുക്ക് പോസ്റ്റ് ചെയ്താൽ നമുക്ക് അടിപൊളി റീച്ച് ഉണ്ടാവും എന്ന് പറയും. ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്ന ഒരു ഒപ്പീനിയൻ, ഞാൻ എനിക്ക് എത്രത്തോളം ഇട്ടതോളം അനുസരിച്ച് നമുക്കങ്ങനെ ഒരു ടൈമില്ല എന്നുള്ളതാണ്. ബേസിക്കായിട്ട് പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, നമ്മുടെ ഡാഷ്ബോർഡ് നമുക്കൊരു ബിസിനസ് ക്രിയേറ്റർ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ ന്യൂ ഫോളോവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറച്ച് താഴെയായിട്ട് നമ്മുടെ ഓഡിയൻസ് ഏതൊക്കെ ടൈമിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി വരുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കൂടുതലും വരുന്നത് ഒരു 6 അതായത് ഈവനിങ് 6 മണി മുതൽ രാത്രി ഒരു 12 മണി വരെയൊക്കെ കുറേ ആൾക്കാർ ഓൺലൈനിൽ ഉണ്ടാകുന്ന സമയം, ഇൻസ്റ്റാഗ്രാമിൽ കാരണം കിടക്കുന്ന സമയത്തായിക്കോട്ടെ, വേറെ ഏത് ടൈമിലായിക്കോട്ടെ, കാരണം എല്ലാവരും ഫ്രീ ആയിരുന്ന ഒരു അവൈലബിലിറ്റി കൂടുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ പുറം കൺട്രിയിൽ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഓരോ സ്ഥലങ്ങളിലനുസരിച്ച് എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു റീച്ചും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ബേസിക്കായിട്ട് പറയാൻ നമുക്ക് ഓഡിയൻസിന് നമുക്ക് വിസിബിലിറ്റി, നമുക്ക് ഓഡിയൻസ് ഏത് ടൈമിലുള്ളത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ട് റീച്ച് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കണ്ടന്റ് അടിപൊളിയാക്കുക എന്നുള്ളത് തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊരു ടൈമും കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഞാൻ പറയുള്ളൂ. ആ ഒരു ടൈമിൽ നമുക്ക് ഓഡിയൻസ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് റീച്ച് കിട്ടിക്കോളണമെന്നില്ല. പക്ഷേ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ടന്റ് ബെറ്റർ ആക്കും വേണം. ഇന്ന ടൈമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ ടൈമിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് കൂടുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല, നമ്മുടെ കണ്ടന്റ് എത്രത്തോളം നമ്മൾ അടിപൊളിയാക്കുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ റീച്ചും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കോണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊരു കാര്യം, നിങ്ങളൊരു പ്ലാൻ ആയിക്കോട്ടെ, ഒരു സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ, എന്തൊരു കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ആ ഒരു കണ്ടൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെലിവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കണ്ടൻറ്റ് റീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല, വീണ്ടും തുടരെ അത് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ടൈമിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇത് റെക്കമെൻഡേഷൻ കൂട്ടി, കാരണം ഇവർ കണ്ടൻറ്റ് ഇടുന്നുണ്ട്, പക്ഷേ ഇത് കൂട്ടി അത് റീച്ചിലേക്ക് എത്തിച്ച് തരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കലി കുറച്ച് ടൈം കഴിയുമ്പോൾ അത് ഇങ്ങനെയെങ്കിലും അത് റീച്ചിലേക്ക് എത്തിപ്പെടും. പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മളത് റീച്ച് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് വീഡിയോസ് എന്ത് ചെയ്യും, അതിന് ബാക്കപ്പ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, കയറിക്കൊണ്ടിരിക്കും. ഇതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം. അപ്പം എല്ലാവരും ഒരു ടൈമിംഗ് ഇല്ല. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പല ആൾക്കാരും പല രീതിയിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു അൽഗോരിതം, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ളിലുള്ള അൽഗോരിതം വെച്ചിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റാർട്ട്